എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മുൻ വർഷങ്ങളിൽ പരാതി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സപ്ലിമെൻ്ററി എക്സാം സാധാരണഗതിയിൽ നേരത്തെ നടത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നിങ്ങളുടെ പ്ലസ് ടു മെയിൻ എക്സാമിൻ്റെ ഒപ്പം മാത്രമാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ സാധിക്കുക. ഇപ്പോൾ അതിന് പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കും. മന്ത്രി എൻ ശംസുദ്ദീൻ. അതായത് എന്താണ്, നേരത്തെ എങ്ങനെയായിരുന്നു, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ എഴുതിയെടുക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷയുടെ ഒപ്പം മാത്രമേ എഴുതാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്ലസ് ടു വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയതോടെയാണ് മന്ത്രി ഉടനടി പ്രശ്നം പരിഹരിച്ചത്. പ്ലസ് ടു എക്സാമും പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും ഒരേ കാലയളവിൽ എഴുതേണ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷത്തിനും പ്ലസ് ടു വിജയ ശതമാനത്തിനെയും ബാധിച്ചിരുന്നു. ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതിയ വലിയൊരു വിഭാഗം കുട്ടികളുടെ തോൽവിക്ക് ഇതൊരു പ്രധാന കാരണമായിട്ടുണ്ട്. ആയതിനാൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാം എങ്ങനെയായിരുന്നു, ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിൽ നടക്കും, അതേപോലെ തന്നെ ഇനി മുതലുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നടക്കും. ഇനി മുതൽ പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് ചെയ്യാൻ പ്ലസ് ടു പരീക്ഷ വരെ കാത്തിരിക്കേണ്ടി വരില്ല. തീരുമാനമൊക്കെ മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.